എല്ലാവർക്കും നമസ്കാരം. ശ്രീലളിതാ സഹസ്രനാമാവലി പഠനം 74-ാം ദിവസം. ഇന്ന് 731 മുതൽ 740 വരെയുള്ള നാമങ്ങളാണ് പറയുന്നത്. നമുക്ക് തുടങ്ങാം. ഓം ശ്രീ മഹാദേവിയേ നമ. ഓം പ്രിയങ്കരിയേ നമ. ഓം നാമപാരായണ പ്രീതായേ നമ. ഓം നന്ദിവിദ്യായേ നമ. ഓം നടേശ്വരിയേ നമ. ഓം മിഥ്യാജഗദധിഷ്ഠാനായേ നമ. ഓം മുക്തിദായേ നമ. ഓം മുക്തിരൂപിണ്യേ നമ. ഓം ലാസ്യപ്രിയായേ നമ. ഓം ലയകരിയേ നമ. ഓം ലജ്ജായേ നമ. ഒന്നുകൂടെ പറയാം. ഓം പ്രിയങ്കരിയേ നമ. ഓം നാമപാരായണ പ്രീതായേ നമ. ഓം നന്ദിവിദ്യായേ നമ. ഓം നടേശ്വരിയേ നമ. ഓം മിഥ്യാജഗദധിഷ്ഠാനായേ നമ. ഓം മുക്തിദായേ നമ. ഓം മുക്തിരൂപിണ്യേ നമ. ഓം ലാസ്യപ്രിയായേ നമ. ഓം ലയകരിയേ നമ. ഓം ലജ്ജായേ നമ. ഇതിൻ്റെ സാമാന്യമായ അർത്ഥം കൂടെ നോക്കാം. ഓം പ്രിയങ്കരിയേ നമ. പ്രിയങ്കരി, യഥാർത്ഥ ഭക്തനെ വിഷമിപ്പിക്കാത്തവൾ, യഥാർത്ഥ ഭക്തന് പ്രിയം ചെയ്യുന്നവൾ പ്രിയങ്കരി. ഓം നാമപാരായണ പ്രീതായേ നമ. ഏത് നാമപാരായണ പ്രീത, ഏത് നാമപാരായണവും ദേവിക്കിഷ്ടമാണ്. അതുപോലെ ദേവീസ്തുതികളെല്ലാം തന്നെ ദേവിക്ക് വളരെ ഇഷ്ടമാണ്. അത് പാരായണം ചെയ്യുന്നവരിൽ ദേവി പ്രീതിപ്പെടുകയും ചെയ്യും. അതായത് ലളിതാ സഹസ്രനാമ പാരായണം കേൾക്കുന്നതും അത് ചൊല്ലുന്നതും കേൾക്കുന്നവരെ ദേവിക്കിഷ്ടമാണ്. അതുപോലെ അത് പാരായണം ചെയ്യുന്നവരിൽ ദേവി പ്രീതിപ്പെടുകയും ചെയ്യും. അപ്പോൾ ഏത് സ്തുതികളായാലും പല ദേവതാഭാവത്തിലുള്ളതാണെങ്കിലും ശിവൻ്റെ ആയാലും കൃഷ്ണൻ്റെ ആയാലും വിഷ്ണുവിൻ്റെ ആയാലും ഏത് നാമരൂപങ്ങളും ഏത് നാമപാരായണവും ദേവിക്ക് ഇഷ്ടമാണ്. അതിലെല്ലാം ആരാണ്? ദേവിയാണുള്ളത്. ആ ദേവീ സ്തുതികൾ, ദേവീ നാമങ്ങൾ ചൊല്ലുന്നത് കേൾക്കുന്നത് ദേവിക്ക് വളരെ ഇഷ്ടമാണ്. അങ്ങനെയുള്ളവരെ അത് പാരായണം ചെയ്യുന്നവരിൽ ദേവി പ്രീതിപ്പെടുകയും ചെയ്യും. അതാണ് നാമപാരായണ പ്രീത. അടുത്തത് ഓം നന്ദിവിദ്യായേ നമ. നന്ദിവിദ്യ, നന്ദികേശ്വരൻ ഉപാസനയിലൂടെ നേടിയ വിദ്യ. ആ വിദ്യയും ദേവിയാണ്. നന്ദികേശ്വരൻ ഉപാസനയിലൂടെ ഒരു വിദ്യ നേടി, ആ വിദ്യയും ദേവിയാണ്. അതുകൊണ്ട് നന്ദിവിദ്യ. ഓം നടേശ്വരിയേ നമ. നടേശ്വരി, നടരാജൻ്റെ പത്നി, ശിവൻ്റെ പത്നി. ശിവനടനത്തിന് താണ്ഡവമെന്നും ദേവിയുടെ നടനത്തിന് ലാസ്യമെന്നും പറയുന്നു. അപ്പം നടരാജൻ്റെ പത്നിയാണ് ദേവി, അതുകൊണ്ട് നടേശ്വരി. അടുത്തത് ഓം മിഥ്യാ ജഗദധിഷ്ഠാനായ നമ. മിഥ്യാ ജഗദധിഷ്ഠാനം, അധിഷ്ഠാന എന്ന് പറഞ്ഞാൽ മിഥ്യയായിരിക്കുന്നു വെച്ചാൽ ഉണ്ടായി മറയുന്നതിനെയാണ് മിഥ്യ എന്ന് പറയുന്നത്. അതിനെ നിശ്ചലമായിട്ടുള്ള, അതായത് ഈ ജഗത്തിൻ്റെ എല്ലാം അധിഷ്ഠാനമായിരിക്കുന്നവളാണ് ദേവി. ഇപ്പം മിഥ്യ അധിഷ്ഠാനയാണ് ദേവി. ഓം മുക്തിദായേ നമ. മുക്തിയെ ദാനം ചെയ്യുന്നവൾ, മുക്തിയെ ദാനം ചെയ്യുന്നവളാണ് ദേവി. മുക്തിരൂപിണ്യേ നമ. മുക്തിരൂപിണി, സാധകർക്ക് സദാ മുക്തി ഏകുന്നവൾ, മുക്തി കൊടുക്കുന്നവൾ. മുക്തിരൂപിണി, സദാ മുക്തി രൂപത്തിലിരിക്കുന്നവളാണ് ദേവി. തീവ്രമായി സാധന ചെയ്യുന്നവന് ദേവി മുക്തി കൊടുക്കുന്നു. ലാസ്യപ്രിയായേ നമ. ലാസ്യപ്രിയ, ലാസ്യ നടനത്തിൽ പ്രിയമുള്ളവൾ. സ്വയം നടനം ചെയ്യാനും നടനം ചെയ്യുന്നവരോട് ഇഷ്ടമുള്ളവളുമാണ്. എന്നുവെച്ചാൽ ലാസ്യ നടനത്തിൽ പ്രിയമുള്ളവളാണ് ദേവി. സ്വയം നടനം ചെയ്യാനും നടനം ചെയ്യുന്നവരിൽ പ്രീതിയായിട്ടിരിക്കുന്നവളും ദേവി. അതാണ് ലാസ്യപ്രിയ. ഓം ലയകരിയേ നമ. ലയകരി, ലയമുണ്ടാക്കുന്നവൾ. ശ്രുതി താളങ്ങളോട് ഇഴുകിച്ചേരലിനെയാണ് ലയമെന്ന് പറയുന്നത്. അങ്ങനെ
ശ്രുതിയും താളവും ഇഴുകിച്ചേർന്നെങ്കിൽ മാത്രമേ നല്ലൊരു ജീവിതത്തിൽ നമുക്ക് സമാധാനം ഉണ്ടാകുകയുള്ളൂ. ഏതെങ്കിലും ഒന്ന് മാത്രം പോരാ. ഇവിടെ അങ്ങനെയുള്ള ലയത്തെ ഉണ്ടാക്കുന്നവളാണ് ദേവി, ലയകരി. അടുത്തത് ഓം ലജ്ജായേ നമ. ലജ്ജ, ജീവജാലങ്ങളിൽ ലജ്ജാരൂപത്തിൽ വർത്തിക്കുന്നവൾ. അപ്പോൾ തെറ്റ് ചെയ്യാനുള്ള പ്രേരണ, അപ്പോൾ ഒരു തെറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോഴേ എന്താണ് ലജ്ജ, അവിടെ ലജ്ജ ഉദിക്കുന്നു. അങ്ങനെ തെറ്റ് ചെയ്യാനുള്ള ലജ്ജാരൂപത്തിൽ ദേവിയാണ് ഇരിക്കുന്നത്. തെറ്റ് ചെയ്യാനുള്ള എന്താ പറയുന്നത്, ആ ഒരു ഇതിനെ ഇല്ലാതാക്കുന്നത് ദേവിയാണ്. അതുകൊണ്ട് ലജ്ജ. അപ്പോൾ ഇവിടെ പല നാമങ്ങൾ പല രൂപത്തിൽ നമ്മൾ അറിയുകയാണ്. അപ്പോൾ നാമപാരായണ പ്രീതിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഏത് ദേവീ സ്തുതികളും ഏത് നാമങ്ങളും നമുക്ക് ജപിക്കാം. അതിൽ ദേവി വളരെ പ്രീതയായിരിക്കും. അതുപോലെ തന്നെ എന്താണ്, നമുക്ക് ലയമുണ്ടാക്കുന്നവളാണ് ലയകരി. ജീവിതത്തിലെ ശ്രുതിയും താളങ്ങളും ഒക്കെ നമുക്ക് തരുന്നതാരാണ്? ദേവിയാണ്. അങ്ങനെ നാമപാരായണങ്ങളൊക്കെ ചെയ്ത് നമ്മളെ ദേവിയെ നമുക്ക് സംപ്രീതയാക്കാം. അങ്ങനെ ദേവീ സ്തുതികളോടെ ദേവിയെ സ്തുതിച്ച് ദേവിയുടെ നാമങ്ങൾ ജപിച്ച് നമുക്ക് എന്ത് നേടാം? ദേവീപ്രസാദം നേടാം. ദേവീപ്രസാദമുണ്ടെങ്കിലേ നമുക്ക് ഏതാഗ്രഹവും സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ദേവീപ്രസാദം നമുക്കെല്ലാം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ശ്രീ ലളിതാ പരമേശ്വരിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.